അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കണ്ണപ്പ മൂവിയുടെ ഒഫീഷ്യൽ ടീസർ ആണ്. സംഭവം ഇത് ഇന്നലെ JK കാണിച്ചെന്നപ്പോ ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ആണോ സംഭവം. ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു തമ്മിൽ കണ്ടിട്ട്. കാരണം കണ്ണപ്പ എന്ന പേര് നമുക്ക് സജഷൻ വന്നിട്ട് ഞാൻ ശരിക്കും നോക്കിയത്. സജഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് കൽക്കിയുടെ മലയാളം റിയാക്ഷൻ ചെയ്തപ്പോ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കണ്ണപ്പ മൂവിയുടെ ടീസർ, അതിനകത്ത് ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ, ഇങ്ങനെ ഒരു കോംബോ അത് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോഴാണ് ഇത് ഡീറ്റെയിൽസ് ഇത്രയും കണ്ടത്. കാരണം വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞ ആക്ടറിനെ നമുക്ക് അധികം അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടറും സംഭവങ്ങളൊക്കെ നോക്കും മുകേഷ് കുമാർ സിംഗ്. പിന്നെ അതുപോലെ നമ്മൾ മലയാളത്തിൽ മ്യൂസിക് ചെയ്ത് സ്റ്റീഫൻ ദേവസിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു കോമ്പിനേഷൻ സംഭവം. അതൊരു യൂഷ്വൽ കോംബോസ് അല്ല ഇതിനകത്തുള്ളത്. പല പല ഇൻഡസ്ട്രി എന്നുള്ള. പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് ആ ഒരു ലുക്ക് കാണിച്ചിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ വിഷ്ണു മഞ്ജു എന്നാണ്. ലൈക്ക് അദ്ദേഹത്തിന് നമ്മൾക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. കാണുമ്പോഴാണെങ്കിലും മനസ്സിലാവുന്നില്ല. അപ്പൊ മൊത്തത്തിലൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. അപ്പൊ നമ്മൾക്ക് ഇന്നലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ റിയാക്ഷൻ ചെയ്തേനെ. ഇതെന്താ സംഭവം, ഇവിടെ ലാലേട്ടൻ ശരിക്കും ഉണ്ടാ എന്നുള്ളതൊക്കെ, ലാലേട്ടൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം എന്താ പറയാ കുറച്ച് 1-2 പോസ്റ്റ് ഒക്കെ പലരും ഇട്ടപ്പോ നമുക്ക് മനസ്സിലായിരുന്നു. പിന്നീട് കുറെ അതിന്റെ മെയിൻ പോസ്റ്റേഴ്സ് സാധനങ്ങൾ വന്നപ്പോ അവരൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ള സംഭവം നമുക്ക് കണ്ടു നോക്കാൻ പറ്റില്ലല്ലോ. കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്രഷ് ഫീലിംഗ് പോകുന്നോണ്ടിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തത് ഇത് റിയൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. സംഭവം റിയൽ ആണ് എന്നുള്ളതാണ് സത്യം. എനിക്കൊന്ന് ഒറിജിനലി അവർ ഷോട്ട് ചെയ്തേക്കുന്ന തെലുഗുലാണ്. പക്ഷെ ബാക്കിയുള്ള ഭാഷയിൽ ഡബ് ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യൻ പടം തന്നെയാണ് വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു കണ്ണപ്പ എന്ന് പറയുന്ന സമയത്ത് പേര് ഒരു ഓൾഡ് പേര് തന്നെയാണ്. അപ്പോ പിന്നെ കാണിച്ചിരിക്കുന്ന നമ്മൾ ഏകദേശം ബാഹുബലിയിൽ നമ്മുടെ പ്രഭാസിന്റെ ആ ഒരു ചെറിയൊരു അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതികൾ. ഇനി അതുകൊണ്ടായിരിക്കും ചില പ്രഭാസ്. പിന്നെ പ്രഭാസ് സപ്പോർട്ട് ചെയ്യാൻ കാരണം ഉണ്ടല്ലോ. ഒബിയസ്ലി എന്താ പറയാ ആ ഒരു കണക്ഷൻ എല്ലാത്തിനും വലിയ എവിടെയൊക്കെ നോക്കുന്ന സമയത്ത് കുറെ സ്ഥലത്ത് ലാലേട്ടൻ പൃഥ്വിരാജ് കണക്ഷൻ വന്ന പോലെ ഉണ്ട്. കാരണം ഇങ്ങനെ അക്ഷയ് കുമാറും വന്നു, അതുകൂടാണ്ട് നമ്മളെ പ്രഭാസും വന്നു അല്ലെ. ആ ഒരു സ്ഥലത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. ലാലേട്ടനും എവിടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നില്ലേ, ലാലേട്ടനും പ്രഭാസും കൂടി ഒരു മൂവി വരുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ മൂവിനെ പറ്റിയിട്ടായിരുന്നു കോമ്പിനേഷൻ സീൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇവരൊക്കെ ഗസ്റ്റ് ആണെന്നാണ് അവർ എഴുതിക്കണേ. നമ്മള് ഇതിന്റെ അകത്ത് നോക്കിയ സമയത്ത് അല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വിക്കിപീഡിയ നോക്കിയ സമയത്ത് ക്യാമിയോയിലാണ് കാജൽ അഗർവാളും ഉണ്ട്. ഹെൽപ്പ് ചെയ്യാനായിരിക്കാം ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും സംഭവം. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. നേരെ തുടങ്ങിയാലോ? ടീസർ അല്ലേ? എടുത്തു വരാൻ നീ പറഞ്ഞയച്ച 50 പേരെയും നിന്റെ അനിയൻ രംഗനെയും കൊന്നടാ. പറഞ്ഞയച്ച എല്ലാരെയും കൊന്നു, എല്ലാവരെയും തീർത്തിരിക്കുന്നു. എന്റെ അനിയനെ കൊല്ലണമെങ്കിൽ 100 പേര് ശ്രമിച്ചാലും നടക്കില്ല. എത്ര പേര് ചേർന്നാ കൊന്നത്? അത് കേട്ടാൽ നീ സഹിക്കില്ല. കൊന്നത് ഒരേ ഒരാളാ. തിന്നടാ. ഇതാണ് വിഷ്ണു മഞ്ജു ആയിരിക്കും. ഒരാളാണ് ബ്രേവ്. വേറെ ആരോ കാണിച്ചല്ലോ ഇപ്പൊ ഒരു ഷെയ്ഡില് ആരോ വന്നല്ലോ. ചിരഞ്ജീവിനെ പോലെ അത്ര കാണിച്ചുള്ളൂങ്കിലും എല്ലാവരുടെ കണ്ണാണ്. കണ്ണ് മറ്റേ ഒരു സ്ഥലത്ത് അക്ഷയ് കുമാർ ശിവനോ അല്ലേ? നമ്മളെ മറ്റേ OMG ഒക്കെ ഇറങ്ങിയല്ലേ പ്രഭാസിന്റെ കണ്ണ്. എല്ലാവരുടെ ഈ ഒരു ഭാഗമാണ്, കണ്ണല്ല ഈ ഒരു ഭാഗം. ഓ ഇനി ഇവരൊക്കെ മറ്റേതുപോലെയാണ് വരാൻ പോകുന്നേ, ഹെൽപ്പ് ചെയ്യുന്ന രീതിയില്. അങ്ങനെ വെച്ചൊക്കെ ഇടുമായിരിക്കും കേട്ടോ.
അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ആക്ഷനാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽസും നല്ല രസമുണ്ട് കാണാൻ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരിത് ചെയ്യാൻ കാരണം ഇവരൊന്നും ഇല്ല, പ്രഭാസ് ലാലേട്ടൻ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇവര് ചിലപ്പോ ഈ ഒരു ടീച്ചർ മാത്രം പാൻ ഇന്ത്യ ബേസിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വ്യൂസ് പോലും അവർക്ക് അടിക്കില്ല. അത് വേറെ കാര്യം. എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രില്യൻ സംഭവമാണ്. കാരണം നമ്മൾ പറയില്ലേ ചില മൂവീസ് ഒക്കെ നല്ല മൂവീസ് ആയിരിക്കും, പക്ഷെ അത് ആളുകളിലേക്ക് എത്തില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ആ ഒരു സ്റ്റാർ കാസ്റ്റ് എല്ലാവർക്കും അറിയുന്നവരായിരിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തോണ്ട് ഇവരൊക്കെ ഈ ഒരു മൂവിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന തന്നെ നമുക്ക് പറയാം. ഇവൻ എത്രയൊക്കെ പൈസ മേടിച്ചിട്ട് ചെയ്താലും നമ്മൾ പറയില്ല ആ ഒരു പ്രൊജക്ട് അവര് എടുക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. പിന്നെ വേറെ കാര്യമുണ്ട്, എനിക്ക് ഡൗട്ട് ഉണ്ട് പൈസ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അത്രയും ആ ഒരു എല്ലാവരും ആ ഒരു ക്യാമിയോയിൽ തന്നെ വരുന്നെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഷോർട്ടേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അവരെ കാണിച്ച് നമ്മൾ പറയില്ലേ ആ ഒരു ട്രെയിലറിനകത്ത് നമുക്കൊരു വൗ ഫാക്ടർ ഏകദേശം മറ്റേ ജയിലർ മൂവിയിൽ ഇവരൊക്കെ എന്താ പറയാ ഏകദേശം കാണിച്ച പോലെയാണ് തോന്നുന്നത്. കാരണം ജയിലർ മൂവി ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, പകുതി കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട സമയം വെച്ച് നോക്കുമ്പോഴും കേട്ടറിവൊക്കെ വെച്ച് നോക്കുമ്പോഴും ഏകദേശം അതുപോലെയാണ് സാധ്യത. പക്ഷെ അതിനകത്ത് ക്യാമിയ ആയിരുന്നില്ല, പക്ഷെ ഇതിനകത്ത് ക്യാമിയ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മൊമെന്റിലായിരിക്കും ഇവരുടെയൊക്കെ എൻട്രി. ലാലേട്ടനെ കാണിച്ചിരിക്കുന്നത് ഏകദേശം നമ്മള് മറ്റേ മുടിയൊക്കെ വെച്ചിട്ട് മറ്റേ ഇതുപോലെ വേറെ ലുക്ക്, വാലിബൻ ലുക്ക് അല്ല, പക്ഷെ വേറൊരു ലുക്ക്, ഒരു ഏലിയൻ ലുക്ക് ഒക്കെ പോലെ. കൊച്ചുണ്ണിയിൽ ഒരു ലുക്കും വാലിബലിലെ വേറെ ലുക്കും കൂടി മിക്സ് ചെയ്ത ലുക്ക് പോലെ ഉണ്ട്. കൊച്ചുണ്ണിയിൽ മറ്റേ മുടി ഇല്ലാണ്ടല്ലേ വരുന്നത്, മറ്റേ ഒരു പഴയ ലുക്കൊക്കെ വെച്ചിട്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. അതായത് അത്രയും കാണിച്ചുള്ളൂ, ഇത്രയും ഭാഗത്തെ കാണിച്ചുള്ളൂ. പക്ഷെ കാണിച്ച ഭാഗത്തിനകത്ത് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലേ, അത് അങ്ങനെ കാണിച്ചപ്പോ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളാണ് എല്ലാവരെയും എന്താ പറയാ എല്ലാവരെയും വധിച്ചതെന്ന് പറയുന്നുണ്ട്, ഒരാളാണ് എല്ലാവരുടെ അടുത്തും ഫൈറ്റ് ചെയ്തെന്നുള്ളത്. സോ ദാറ്റ് ഗൈ ഈസ് കണ്ണപ്പാണെന്ന് തോന്നുന്നു പേര്. എന്തൊക്കെയോ ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് അങ്ങേര് ശരിക്കും ഈസ് വെരി വലിയ പുള്ളിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നതോ അങ്ങനെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ വന്നിട്ട്, പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള മൂവീസിലൊക്കെ വരുമ്പോ അത് ഇച്ചിരി സമയം ഉള്ളെങ്കിൽ പോലും അങ്ങോട്ട് കത്തി കേറി. പ്രത്യേകിച്ച് ഗസ്റ്റിൽ വരുന്ന സമയത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്ന കൊണ്ടുപോകും അല്ലെ. ആ സമയത്ത് കുറച്ചു നേരത്തേക്ക് ലാലേട്ടന്റെ ഒരു മയായിരിക്കും, ഒരു അതിമധുരാവാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ് ലാലേട്ടന്റെ ഒരു സീൻ വരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ നമ്മള് പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും കാജൽ അഗർവാളിനെയും പറയാനായിട്ട് നമ്മൾ ഒരിക്കലും വിട്ടു പോകരുത്. കാരണം അവരുടെ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും കിടുവാണ്. പ്രത്യേകിച്ച് പ്രഭാസിന്റെ ആ ഒരു ഇത്രയും വരെ ലുക്ക് കാണിക്കുന്ന സമയത്താണെങ്കിലും വേറെ ലെവൽ. എനിക്ക് തോന്നുന്നത് ദേ ഡോണ്ട് വാണ്ട് ഇപ്പോ അനാവശ്യമായിട്ടുള്ള ഒരു ട്രോള് വരാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല ടീസർ അല്ലേ, ടീസറിന്റെ അകത്ത് ആകെ 1 മിനിറ്റ് സംഭവമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് കുറെ കാണിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ട്രെയിലറിന്റെ അകത്ത് ഒന്നും കൂടി ലെങ്തിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനി കാണിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മൂവി വരുന്ന സമയത്ത് കാണിട്ടെ എല്ലാവരും. കാരണം മറ്റിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഓവർ ജഡ്ജ്മെന്റ് ആയി പോകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ കാണിച്ച ഒരു ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കോംബോ തന്നെ ദാറ്റ്സ് വെരി സർപ്രൈസ് ഫോർ us. ആൻഡ് ആ ഒരു സർപ്രൈസിൽ തന്നെ ഈ മൂവി കാണണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരും അല്ലെ, എല്ലാ ഇൻഡസ്ട്രിക്കാരുടെ ഉള്ളിലും. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരാളെയും കൂടി കാണിച്ചായിരുന്നു, അത് ആരാന്ന് മനസ്സിലായില്ല. എനിക്ക് ചിരഞ്ജീവി സാറിന്റെ ഒരു തോന്നിണ്ടായിരുന്നു, കുറച്ച് ദൂരത്താണ് ഉണ്ടായത്, അതും ബ്ലറായിരുന്നു അല്ലെ. കണ്ണോ ഒന്നും കാണിച്ചില്ല, പക്ഷെ കുറച്ച് കാണുന്ന സമയത്ത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളെ പോലെ ഉണ്ടായിരുന്നു. ഒരു ബ്ലർ കാണിച്ച ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരിക്കലും ലാലേട്ടനെ പോലെ അല്ല. എനിക്ക് പെട്ടെന്ന് ചിരഞ്ജീവി സാറിനൊക്കെ പോലെയൊക്കെ പെട്ടെന്ന് തോന്നിയത് കാണുന്ന സമയത്ത് ബാക്ക് ഷോട്ട് നിന്ന്. ഇനി എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ എനിക്ക് ആകെ ഒരു സംഭവം ഇതിനകത്ത് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നില്ലേ, അത് എന്താ പറയാ ഒരു ചെറിയൊരു മിക്സിംഗ് ഇഷ്യൂ പോലെ ഉണ്ടായിരുന്നില്ലേ. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര അതായത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ ഫിലിമിൽ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കുറച്ചൊരു ഷെയ്ഡിങ് ഒക്കെ വെച്ചിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇതിപ്പോ ഏകദേശം നമ്മളൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഇല്ലേ, ഓവർ ഷെയ്ഡിങ് നമ്മളത് കാണുന്ന സമയത്ത് ഏത് സീരിയസ് ആണോ, ഇനിയിപ്പോ മൂവി തന്നെയാണോ സീരിയസ് ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന ഒരു ചെറിയൊരു രീതി, അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ ആ ഒരു സംഭവം കൂടി അവിടെ മാറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വേറെ ലെവൽ, നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ഒരു അറിയില്ലേ ഒരു ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല എന്നാണെങ്കിലും പറയാം. പക്ഷെ കാണിച്ചെടുത്തോളം നമ്മള് എനിക്കറിയില്ല ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ എത്രയാണെന്നുള്ളത്. ചിലപ്പോ പറഞ്ഞ പോലെ ചിലപ്പോ ഒരു പൈസ ഒന്നും മേടിച്ചിട്ടുണ്ടാവില്ല, ഒരു ഹെൽപ്പ് ചെയ്തായിരിക്കാം. കാരണം ഇപ്പൊ നമ്മളെല്ലാ ഇൻഡസ്ട്രിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൈസ മാത്രമല്ല ആധാരം എല്ലാത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബിസിനസ് നല്ല രീതിയിൽ അങ്ങനെ ഇതൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് കുറച്ചും കൂടി ആ ഒരു കണക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബാഹുബലി നമ്മളിപ്പോ 2 ദിവസം മുന്നേ കണ്ടുള്ളൂ. ബാഹുബലി
ബാഹുബലിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെ, ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ വൈബിൽ ഇതൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇത് വന്നെന്ന് അറിഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പ്രഭാസിന്റെ ആ ഒരു ബാഹുബലി ലുക്ക് സംഭവങ്ങളൊക്കെ, സലർ ലുക്കൊക്കെ വേറെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ബാഹുബലിയിലെ പ്രഭാസ് എന്ന് പറയുന്നത് അതൊരു പ്രഭാസാണ്. എന്താ പറയാ, നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു പോകുന്ന ഒരു പ്രഭാസാണത്. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രഭാസിനെയൊക്കെ നമുക്ക് ഇനിയും കാണാം. കാരണം ഇല്ല, കാണാൻ സാധ്യതയുണ്ട്. കൽക്കിന്റെ അകത്ത് അത്യാവശ്യം വെടിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. എന്തായാലും കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പഴില്ലേ നമ്മള് ബാഹുബലി കാണുന്ന സമയത്ത് ഇവൻ സലാറിലെ പ്രഭാസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. അത് നമ്മളെ ഡയറക്ടർ നന്നായിട്ട് കാണിച്ചത് കൊണ്ട് ഗംഭീരമായിട്ട് വന്നു. പിന്നെ കൽക്കിയിലെ പ്രഭാസും വേറെ ലെവലാണ്. പക്ഷെ നമ്മള് ബാഹുബലിയിൽ കണ്ട പ്രഭാസ് നിന്ന് വേറെ ലെവൽ, എല്ലാം വേറെ വേറെ പ്രഭാസാണ് അല്ലെ. അതിനകത്ത് പ്രഭാസിന് അതിന്റെയൊക്കെ വേറൊരു എന്താ പറയാ, അത്രയും താഴെയുള്ളൊരു പ്രഭാസാണ് ആദിപുരുഷനിൽ നമ്മള് കാണുന്ന. നമ്മള് ഡിഫറെന്റ് ആണ് ഓരോ സിനിമയിലും. ആദിപുരുഷൻ എന്ന് പറഞ്ഞൊരു മൂവി തന്നെ എനിക്ക് ഓർക്കാനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാധനം അതാണ്. ശരിക്കും ആ ഒരു പടം അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒരു പ്രഭാസം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു മൂവി ആയിരുന്നു അത്. പക്ഷെ നമ്മള് ബാഹുബലി കണ്ടപ്പോഴാണ് ഭയങ്കര ഇന്നസെൻസും ലൈക്ക് എന്താ പറയാ പുളി പെർഫെക്റ്റ് റോൾ. ആ മൂവി കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും ആദിപുരുഷൊക്കെ ഇല്ല അതിനകത്ത് റോളൊക്കെ ചേരുമായിരുന്നു. ദൈവികത, ഭയങ്കര ഇന്നസെൻസ് കാര്യങ്ങളൊക്കെ ഫേസിലുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ അറിയാലോ, ലാലേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു ഏജിലും അദ്ദേഹം എടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ, എഫേർട്ട്, ലൈക്ക് ഹീസ് വെരി ഡെയർ. അതാണ് എനിക്ക് തോന്നുന്നത്. ഫൈറ്റിന് പ്രത്യേകിച്ച് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാട്ടോ. നമ്മുടെ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ നമുക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നിക്കണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടർ, അല്ലെങ്കിൽ ചില സമയത്ത് വരുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ആയിട്ട് വരുന്നില്ല. രാജമൗലി സാർ, അത് സത്യം. കാരണം എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. കാരണം അദ്ദേഹത്തിന് ആക്ഷൻ നന്നായിട്ട് ചെയ്യാൻ അറിയാം, പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആളുടെ കലിപ്പ് സംഭവങ്ങളൊക്കെ എല്ലാം എപ്പോഴാണെന്നറിയാം. നമ്മളിപ്പോ ഒടിയൻ മൂവി കഴിഞ്ഞ ഒരു മാസം മുന്നേ വെറുതെ ഒന്നും കൂടെ റിപ്പീറ്റ് കണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ട സമയത്താണ് നമുക്ക് മനസ്സിലായത്. കാരണം മൂവിനകത്ത് കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദ റോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് അത് നമ്മൾ പലപ്പോഴും മെൻഷൻ ചെയ്യാതെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും, പിന്നെ ഇമോഷണൽ സീനിൽ വരുന്ന ആ ഒരു സംഭവങ്ങള്, കലിപ്പ് വരുന്ന സമയത്ത് അതായത് ആ ഒരു ആളുടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് പോലും ആളുടെ ഫേസിൽ അധികം മാറിയിട്ടൊന്നുമില്ല. കാരണം വില്ലന്റെ അകത്ത് നമ്മൾ കണ്ടാണ്, വില്ലൻ മൂവിന്റെ അകത്ത് മഞ്ജു വാര്യർ മരിക്കുന്ന സമയത്തുള്ള ആ ഒരു സീനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പോഴും ലാലേട്ടന്റെ ഫേസിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാലിബൻ പടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു കൂറയ്ക്ക് വെച്ചിരിക്കുന്നതോടെ നമുക്കും കാണാൻ തോന്നുന്നില്ല. നമ്മളും കണ്ടില്ല പടം, കാരണം അത്ര നെഗറ്റീവ് വന്നാണ്. പക്ഷെ അതിന്റെ നമ്മളിപ്പോ മാച്ച് കാണുന്ന സമയത്ത് ഷോർട്സ് ഒക്കെ കാണുമല്ലോ, അതിന്റെ ട്രെയിലർ അവര് ടീസർ പോലെ ഇടാറുണ്ട്, വാലിബന്റെ ടീസർ ഇടാറുണ്ട്. അപ്പൊ മാച്ചിന്റെ ഇടയിൽ ഇതിന്റെ ഇട്ടിട്ടുണ്ട്, ഇടക്കിടക്ക് ഇടാറുണ്ട്, അധികം ഇടാറില്ല. പക്ഷെ ഇടുന്ന സമയത്തില്ല, അത് കാണുമ്പോ നമുക്കും തോന്നുന്നു ആ പടം കാണണമെന്ന്. ഭയങ്കര ഒരു പേടി തോന്നുന്നൊരു പടമാണ് സത്യം പറയാൻ. അതായത് എന്താ പറയാ, കാണണം നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയില്ല, അങ്ങമാതിരി നെഗറ്റീവ് വന്നതുകൊണ്ടിട്ട് എന്തോ ഒരു പേടിയും കാണുന്നതിന് മുന്നേ എന്തോന്നും അറിയില്ല. നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, അതാണ് സംഭവം. പിന്നെ ആരും റിയാക്ട് ചെയ്തായിട്ട് കണ്ടില്ല. പല പൊട്ടിയ പടങ്ങൾ വരെ ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മൾ മലയാളം അധികം ചെയ്താലേ വലിയ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ചെയ്തിരുന്ന ആരും പറഞ്ഞില്ല റിയാക്ട് ചെയ്യാനായിട്ട്. പക്ഷെ എന്തായാലും കിഡ് സംഭവം. പിന്നെ അക്ഷയ് കുമാർ ആസ് യൂഷ്വൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ ദൈവികത, പ്രത്യേകിച്ച് ശിവഭഗവാൻ ഇനി ഈവൻ 10 വർഷം 20 വർഷം 30 വർഷം കഴിഞ്ഞാലും ദാറ്റ് കൈൻഡ് ഓഫ് റോൾസ് വിൽ ഡെഫിനറ്റ്ലി സൂട്ട്. അദ്ദേഹത്തിന് എന്താ പറയാ കുറച്ചൊരു ഒരു ദൈവിക സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ബിക്കോസ് ദിസ് 3 കാസ്റ്റിംഗ് പ്ലസ് കാജൽ അഗർവാൾ എന്താ റോൾ എന്ന് അറിയില്ല. പക്ഷെ കാജലിന്റെയും ആ ഒരു കാണിച്ച ഷോട്ടിനകത്ത് കണ്ണ്, പ്രത്യേകിച്ച് കാജലിന്റെ ഭംഗി തന്നെയാണ്, കണ്ണിനൊരു ഭയങ്കര ഭംഗിയാണ്, അത് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു. അപ്പൊ മറ്റേനകത്ത് കുറച്ചധികം എന്താ പറയാ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു സ്റ്റാർ കാസ്റ്റിനെ കാണിച്ചിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഡിഫറെന്റ് ആണ് കണ്ണപ്പ, ഡിഫറെന്റ് പേരാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഭയങ്കര ഒരു വെയിറ്റ് ഉള്ള ഒരു പേരാണ് എല്ലാവരും എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു പേര് പോലെയാണ്. അപ്പൊ പഴയ കാലഘട്ടവും പേരും മറ്റേതും തമ്മിൽ യോജിക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും പിന്നെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാത്ത വീഡിയോയിൽ കാണാം.